അവർ പരീക്ഷിക്കുന്നത് സഞ്ജുവിന്റെ ഹൃദയമാണോ അതോ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആണോ? വർഷങ്ങൾക്ക് മുമ്പ് ശശി തരൂർ ചോദിച്ചൊരു ചോദ്യമാണ്. അതിന്നും ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. അതിന് ഹർഭജൻ സിംഗ് എന്ന മുതിർന്ന ഇന്ത്യൻ താരം നൽകിയ മറുപടിയും നമ്മൾ മറന്നിട്ടില്ല. അവർ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ അവർ പരീക്ഷിക്കുന്നത് സഞ്ജുവിന്റെ ഹൃദയമാണ്. അതെ, സഞ്ജു വിശ്വനാഥ് സാംസൺ. അദ്ദേഹത്തിന്റെ യാത്ര ഒരിക്കലും എളുപ്പമുള്ളതായിട്ടില്ല. കഠിനം തന്നെയായിരുന്നു. പലപ്പോഴും അർഹതയുണ്ടായിട്ടും ടീമിൽ എടുക്കപ്പെടാത്തവൻ, പലപ്പോഴും ടീമിൽ എടുത്തിട്ടും പുറത്താക്കപ്പെട്ടവൻ. പക്ഷേ ഒരു രാത്രി, 2026 ഒരു രാത്രി, അത് സഞ്ജുവിൻ്റെ രാത്രിയായിരുന്നു. അത് സഞ്ജുവിൻ്റെ ആരാധകരുടെ രാത്രിയായിരുന്നു. സഞ്ജുവിൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു രാത്രിയായിരുന്നു. 2014 അരങ്ങേറ്റം കുറിക്കേണ്ട താരമായിരുന്നു സഞ്ജു സാംസൺ. പക്ഷെ അന്നത് നടന്നില്ല. 2016 അരങ്ങേറ്റം കുറിച്ചുവെങ്കിലും ഏറ്റവും അവസാന താരങ്ങളിൽ ഒരാളായാണ് അദ്ദേഹം ബാറ്റിങ്ങിനെത്തിയത്. പിന്നീട് വർഷങ്ങളോളം അദ്ദേഹത്തിന് അവസരങ്ങളൊന്നും ലഭിച്ചില്ല. 2019 ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പരയിൽ ടീമിലുണ്ടായിട്ടും 3 മത്സരങ്ങളിലും സഞ്ജുവിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചില്ല. പകരം അയാൾക്ക് ചെയ്യേണ്ടി വന്നത് ഡ്രിങ്ക്സ് ചുമക്കുക എന്നതായിരുന്നു. ആ പരമ്പര കഴിഞ്ഞപ്പോൾ സഞ്ജുവിനെ ടീമിൽ നിന്ന് പുറത്താക്കി. എന്തിന്? അദ്ദേഹം ഡ്രിങ്ക്സ് കൊണ്ടു കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന ഓട്ടം ശരിയാകാത്തതുകൊണ്ടാണോ എന്ന് അന്ന് വിമർശകർ ചോദിച്ചു. ആർക്കും അറിയില്ല. അന്ന് സഞ്ജു ട്വിറ്ററിൽ ഒരു സ്മൈലി ഇമോജി മാത്രം പോസ്റ്റ് ചെയ്തു. ഇക്ബാൽ സഫിപുരയുടെ വരികൾ പോലെ ആ ഒരൊറ്റ ചിരിക്ക് പിന്നിൽ എത്രത്തോളം വേദന ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകുമെന്ന് ആര് കാണാൻ. ഇൻകൺസിസ്റ്റന്റ് എന്ന വിളിപ്പേര് നൽകി സെലക്ടർമാർ സഞ്ജുവിനെ മാറ്റി നിർത്തി. പക്ഷേ സഞ്ജു എന്ന ആഫ്റ്റർ തോട്ട്, അതായത് മറ്റൊരാൾക്ക് പകരക്കാരൻ മാത്രമായിരുന്ന കാലം അവസാനിക്കുകയായിരുന്നു. ഗൗതം ഗംഭീർ കോച്ചായി വന്നതിന് ശേഷമാണ് സഞ്ജുവിന്റെ ഭാവി തന്നെ മാറി തുടങ്ങിയത്. കിട്ടിയ അവസരത്തിൽ ഹൈദരാബാദിലും ദക്ഷിണാഫ്രിക്കകളിലും അദ്ദേഹം സെഞ്ചുറികൾ നേടി. പക്ഷെ അപ്പോഴും നിർഭാഗ്യം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. ഈ ഭാഗ്യത്തെക്കുറിച്ച് സഞ്ജു പറയുന്നത്, ഭാഗ്യം പലപ്പോഴും എനിക്കൊപ്പം നിന്നിട്ടില്ല, അതെനിക്കിപ്പോൾ നിൽക്കുമ്പോൾ അതിനെ ഞാൻ ആസ്വദിക്കുന്നു എന്ന് മാത്രമാണ്. എന്നാൽ 2026 T20 ലോകകപ്പിൽ കണ്ടത് മറ്റൊരു സഞ്ജുവിനെയാണ്. വെറും 5 മത്സരങ്ങളിൽ നിന്ന് സഞ്ജു അടിച്ചുകൂട്ടിയത് 321 റൺസ്. 2014 വിരാട് കോഹ്ലി സ്ഥാപിച്ച റെക്കോർഡ് സഞ്ജു തകർത്തു, അതും ഏകദേശം 200 സ്ട്രൈക്ക് റേറ്റിൽ. ന്യൂസിലൻഡിനെതിരെയുള്ള ഫൈനലിൽ 89 റൺസ് നേടിയ സഞ്ജു ഇന്ത്യയുടെ വിജയശില്പിയായി. ഒരു ലോകകപ്പ് ഫൈനലിൽ ഒരു താരം നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ. കേരളത്തിൽ തിരിച്ചെത്തിയപ്പോൾ സഞ്ജു പറഞ്ഞ വാക്കുകൾ ഓരോ പരാജയപ്പെട്ടവനും ഊർജ്ജമാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ വേദനകളും തിരിച്ചടികളും എന്നെ ശക്തനാക്കി. പോസിറ്റീവായി കണ്ടാൽ ആ നിരാശകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. വർഷങ്ങളോളം ഒന്നും ശരിയാകാത്തതായി തോന്നും, പക്ഷേ സഞ്ജുവിനെ പോലെ അത് കൈവിടാതെ പിടിച്ചിരിക്കുക. ഒരു രാത്രി സഞ്ജുവിനുണ്ടായതുപോലെ ഒരു രാത്രി നിങ്ങൾക്കും ഉണ്ടാകും. അതാണ് സഞ്ജു സാംസന്റെ ജീവിതം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം.